കാറ് പാർക്ക് ചെയ്ത ഏരിയയിലേക്ക് പോവായിരുന്നു. ആ സമയത്താണ് ഞാനിങ്ങനെ ശ്രദ്ധിച്ചത്, ബീച്ചിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അവിടെ മണലിൽ ഇറ്റ്സ് എ നോർമൽ ടോക്ക്. കുറച്ച് മുന്നേ ഞാൻ ബീച്ചിൽ പോയ സമയത്ത് എൻ്റെ കൂടെ ഫാമിലി ഉണ്ട്. അപ്പം നമ്മൾ കുറച്ച് സമയം നൈറ്റ് അവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തു. ഒരു 10 മണി 11 മണിയൊക്കെ ആയ സമയത്ത് ബീച്ച് ഇങ്ങനെ പതിയെ കാലിയായി വരുന്നുണ്ട്. ആ സമയത്ത് ഭയങ്കരമായിട്ട് അവിടെ കൊതുക് വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. കൊതുക് നമ്മളിങ്ങനെ കടിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മളിങ്ങനെ ഇറിറ്റേറ്റഡ് ആവാൻ തുടങ്ങി. എന്നാൽ നമുക്ക് വീട്ടിൽ പോവാം. അതുവരെ ബീച്ച് അടിപൊളിയായിരുന്നു. നമ്മൾ മൂണിനെ കാണുന്നുണ്ട്, സ്റ്റാർസ് കാണുന്നുണ്ട്, തിരകളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ബട്ട് ഈ കൊതുക് കടി കൊള്ളാൻ തുടങ്ങിയ സമയം മുതൽ നമ്മൾ എന്ത് ചെയ്തു, ഇറിറ്റേറ്റഡ് ആവാൻ വേണ്ടിയിട്ട് തുടങ്ങി. അവിടുന്ന് നേരെ എന്ത് ചെയ്തു, തിരിച്ച് വീട്ടിലേക്ക് പോരാൻ വേണ്ടിയിട്ട് കാറ് പാർക്ക് ചെയ്ത ഏരിയയിലേക്ക് പോവായിരുന്നു. ആ സമയത്താണ് ഞാനിങ്ങനെ ശ്രദ്ധിച്ചത്, ബീച്ചിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അവിടെ മണലിൽ ചെറിയ തുണികളൊക്കെ വിരിച്ച് അതിൽ കിടക്കുന്നുണ്ട്. തുണികളൊന്നുമില്ലാതെ അവിടെ തന്നെ മണലിൽ ഇങ്ങനെ കിടക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ പാസ് ചെയ്തു പോയൊരു തോട്ടം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ആ ബീച്ച് അത്രത്തോളം ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് തിരിച്ചു വരാൻ എനിക്ക് എൻ്റെ ഒരു വീടുണ്ടായതുകൊണ്ടാണ് എന്നുള്ളതാണ്. തിരിച്ചു വരാൻ ഒരു വീടില്ലാതെ ഞാൻ ആ ബീച്ചിൽ നിൽക്കുന്ന സമയത്ത് ഒരു പക്ഷേ എനിക്കത് അത്രത്തോളം ആസ്വാദകരമായിട്ട് തോന്നിക്കോണമെന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ലൈഫിൽ പലതും നമുക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ടേൺ ചെയ്ത് നമ്മൾ വന്ന ഏരിയയിലേക്ക് തന്നെ പോകാനുള്ളത് കൊണ്ടാണ് ഇപ്പം നമ്മൾ നിൽക്കുന്ന പല ഏരിയാസും നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതെന്നുള്ളതാണ്. ഇതിനിപ്പം നിങ്ങളെന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, നമ്മളൊക്കെ നമ്മളെ ലൈഫിൽ നമുക്കുള്ളതിൽ കുറച്ചും കൂടിയൊക്കെ ഗ്രേറ്റ്ഫുൾ ആയാൽ ഒന്നും കൂടി നമുക്ക് ലൈഫ് കുറച്ചും കൂടിയൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ളതാണ്.